ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ നീണ്ട 19 വർഷങ്ങൾക്ക് ശേഷം സത്യം ഒന്നൊന്നായി പുറത്തുവരുമ്പോൾ എല്ലാം കലങ്ങിത്തെളിഞ്ഞുവെന്ന് ഉറപ്പിക്കാൻ കഴിയുമോ? അസ്ഥികൾ കരിച്ച് ചാരമാക്കി അവ പലയിടങ്ങളിലായി വിതറിയെന്ന പ്രതി സെബാസ്റ്റ്യന്റെ മൊഴികൾ വിശ്വസനീയമാണോ? ബിന്ദുവിന്റെ ഒരു അസ്ഥി കഷ്ണമെങ്കിലും ബാക്കി കിട്ടിയില്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് അത് എത്രത്തോളം വെല്ലുവിളിയാകും? സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കേസിലേക്കുള്ള ആകെയുള്ള വഴി. വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതകത്തിൽ ഇനി എന്ത് തെളിവുകൾ ബാക്കിയുണ്ടാകും? കഴിഞ്ഞ ഒരാഴ്ച നീണ്ട ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലും ചേർത്തലയിലെ കൊലപാതക പരമ്പരകളിൽ അന്വേഷണ സംഘത്തിന് എന്തൊക്കെ തെളിവുകളാണ് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞത്? ഇനിയുള്ള ക്രൈംബ്രാഞ്ചിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? സ്പോട്ട് ലൈവ് പ്രധാനമായും പരിശോധിക്കുന്നതാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ഇന്ന് സെബാസ്റ്റിനെ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച നീണ്ട ചോദ്യം ചെയ്യലിൽ തെളിവെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പള്ളിപ്പുറത്തെ കൊലപാതക പരമ്പരകളുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞത്? പ്രത്യേകിച്ചും ഈ കാലയളവിൽ ഇയാൾ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ജയനമ്മയുടെ കൊലപാതകത്തിലും കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെയും ബാക്കി സ്ത്രീകൾക്ക് എന്താണ് സംഭവിച്ചത്? ബാക്കിയുള്ള സിന്ധുവിനെയും കുഞ്ഞിപ്പെണ്ണിനെയും അതോടൊപ്പം ഐഷിക്കുമൊക്കെ എന്താണ് സംഭവിച്ചതെന്ന കാര്യം അറിയണം. ഇതേക്കുറിച്ചൊക്കെ എന്തെങ്കിലും വ്യക്തത, സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലതാമസം ഈ കേസിൽ വളരെ പ്രതിസന്ധിയുള്ള ഒന്നായിരുന്നു. പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിന് ഇതുവരെ അതിനകത്ത് ഒരു തുമ്പിലേക്കും പോകാൻ കഴിയാതിരുന്നത് പോലും ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ വന്നൊരു കാലതാമസമാണ്. 2006 ബിന്ദു പത്മനാഭനെ കാണാതാവുമ്പോഴും 2017 ആ കേസ് ഒന്ന് രജിസ്റ്റർ ചെയ്യപ്പെടുക പോലും ചെയ്യുന്നത്. കാരണം ബിന്ദുവിന്റെ സഹോദരൻ പരാതി നൽകുന്നത് 2017 ഈ 2017 കാലയളവിലേക്കൊക്കെ വരുമ്പോൾ വളരെ കാൽക്കുലേറ്റഡ് ആയി 2006 ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ 2006 ശേഷം പിന്നീട് സെബാസ്റ്റ്യൻ 2013 കൂടി ബിന്ദു പത്മനാഭന്റെ സ്വത്തുക്കൾ, ഇടപ്പള്ളിയിൽ ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ മുഴുവൻ വിറ്റ് അയാൾ സാമ്പത്തികമായി വളരെയധികം നേട്ടം കൈവരിക്കുന്ന രീതിയിലേക്ക് വന്നു. അഭിഭാഷകർ ഉൾപ്പെടെ സഹായങ്ങൾ ഇയാൾ എടുത്തു. മറ്റ് രീതിയിലുള്ള ശാസ്ത്രീയമായ സഹായങ്ങളൊക്കെ ഇയാൾ തേടുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ സെബാസ്റ്റ്യൻ 2017 അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് വരുമ്പോൾ അയാൾ വളരെ ക്ലിയറായി എങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കണം എന്നുള്ള രീതിയിൽ വന്ന ഒരാളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ നടത്തിയ ഒരു ഘട്ടത്തിൽ അയാൾ ഒന്നും പറയാതായതോടുകൂടി അയാളുമായി ചുറ്റും ഇടപെട്ട് നിന്നിരുന്ന ആളുകളിലേക്ക് അന്വേഷണ സംഘം നീങ്ങി. അവരോടൊപ്പം നിന്ന് പല ഘട്ടങ്ങളിലും അവരത് തിരിച്ചെടുക്കാൻ നോക്കി. ഒരുപക്ഷെ ലോക്കൽ പോലീസ് അല്ല ഈ അന്വേഷണം, നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്ത ലോക്കൽ പോലീസ് അല്ല. ലോക്കൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നീതിപൂർവമായ അന്വേഷണവും ബിന്ദു പത്മനാഭൻ കേസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് എത്തിയപ്പോഴാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇത്ര വിദഗ്ധമായ ഒരു പരിശോധന നടത്തിയിട്ടും എവിടെയും സെബാസ്റ്റ്യനെ കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അത് ഇയാളുടെ ഒരു കൊലപാതകങ്ങളുടെ രീതിയുടെ പ്രത്യേകത കൂടിയാണ്. അതായത് ഈ സ്ത്രീകളെ ഒക്കെ തന്നെ ഇയാൾ കൊലപ്പെടുത്താനായി കൊണ്ടുപോകുമ്പോൾ വളരെയധികം അടുത്ത ബന്ധം ഈ സ്ത്രീകളുമായി ഇയാൾ വെച്ച് പുലർത്തുന്നു. ആ രീതിയിൽ സ്ത്രീകളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ അയാൾക്കുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. വളരെ വിശ്വാസത്തിലെടുക്കാൻ താനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ വളരെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ സെബാസ്റ്റ്യന് കഴിയുമെന്നുള്ളതാണ്. പിന്നീട് അവർ തമ്മിലുള്ള ബന്ധങ്ങളും അവർ തമ്മിലുള്ള ഡീലുകളുമാണ്, നീക്കുപോക്കുകളുമാണ്. അപ്പോൾ ഇതൊന്നും പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. സെബാസ്റ്റ്യന്റെ കയ്യിലേക്ക് ഇവർ എത്തിയാൽ പിന്നീട് ഇവരെ നിയന്ത്രിക്കുന്നത് മുഴുവൻ സെബാസ്റ്റ്യൻ ആയിരിക്കും എന്നുള്ളതാണ്. ആ കേസിൽ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ടായത് റോസമ്മ മാത്രമാണ്. കാരണം റോസമ്മയോടും ഇയാൾ സ്നേഹം നടിച്ചിരുന്നു, റോസമ്മയെ വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ റോസമ്മയും കുറച്ചുകൂടെ ബുദ്ധിശാലി ആയതുകൊണ്ടായിരിക്കും സെബാസ്റ്റ്യന്റെ അവസാന കയ്യിലേക്ക് അവർ വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ബിന്ദു പത്മനാഭനെ ആ വീട്ടിലേക്ക് എത്തിക്കുന്നതും കിടപ്പുമുറിയിലാണ് കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. മൃതദേഹം വെട്ടി നുറുക്കി അയാൾ പല കഷ്ണങ്ങളാക്കിയാണ് പലയിടങ്ങളിൽ കുഴിച്ചുമൂടിയെന്ന് പറയുന്നു. അതിൽ തന്നെ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഒരാളെ കൊലപ്പെടുത്തിയാൽ ഈ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെട്ടി നുറുക്കി മൂടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരണമെങ്കിൽ അയാൾക്ക് ഇതിനു മുമ്പും കൃത്യമായ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു ഘട്ടത്തിൽ ഇത് സംഭവിച്ചു പോയാൽ പോലും ഇതിനെ ഇത്ര ക്രിയാത്മകമായ ഈ രീതിയിൽ, അതായത്
ഒരാളെ മൃതദേഹം രക്തം കട്ട പിടിക്കുന്നത് വരെ അയാൾ വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് മുറിച്ച് പല കഷ്ണങ്ങളാക്കി പലയിടങ്ങളിലായി കുഴിച്ചിട്ട ശേഷം പിന്നീട് മൃതദേഹങ്ങൾ എടുത്ത് അയാൾ കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ അയാൾ ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും വളരെയധികം സംശയം എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്. കാരണം സെബാസ്റ്റ്യൻ ഇതിന് മുമ്പും ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുള്ള ആളാണോ, അല്ലെങ്കിൽ ഇത്ര കൃത്യമായി ഇത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിലാണ്. ബിന്ദുവിനെ കഴുത്ത് ഞെരിച്ചാണെങ്കിൽ ജൈനമ്മയെ തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. അപ്പം ഓരോ കാര്യങ്ങളിലും അയാളുടെ ഓരോ ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ ക്രൂരത കൂടിക്കൊണ്ട് വരുന്നൊരു സാഹചര്യമാണ് സെബാസ്റ്റ്യനെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത്. ആ രീതിയിൽ സെബാസ്റ്റ്യൻ ഈ 17 വയസ്സുള്ളപ്പോഴാണ് ബന്ധുക്കളുടെ ഭക്ഷണത്തിൽ എലിവിഷം കലർത്തിയത് എന്ന് പറഞ്ഞ് മൊഴി കൊടുത്തിട്ടുണ്ട് ബന്ധുക്കൾ തന്നെ. അപ്പോൾ അതിന് ഈ 17നും പിന്നെ സെബാസ്റ്റ്യൻ ഈ ബിന്ദു പത്മനാഭനിലേക്ക് വരുന്ന ഒരു 40-കൾ 30-കളുടെ മധ്യത്തിലും സെബാസ്റ്റ്യൻ അതുവരെ എന്തായിരുന്നു എന്നുള്ളത് ഒരു വളരെ വലിയ ചോദ്യം തന്നെയാണ്. അതുവരെ അയാൾ എവിടെയായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നതൊക്കെ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിഗൂഢമായി നിൽക്കുകയാണ്. ബിന്ദു പത്മനാഭൻ മാത്രമാണോ സെബാസ്റ്റ്യന്റെ തുടക്കം എന്നുള്ളത് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അതല്ല എന്നുള്ള മനസ്സിൽ തോന്നിപ്പോകുന്ന രീതിയിലാണ് അയാൾ ഓരോ കാര്യങ്ങളെയും പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും ലഭ്യമായിട്ടുള്ള മൃതദേഹ അവശിഷ്ടങ്ങളാണ്. ആ മൃതദേഹ അവശിഷ്ടങ്ങൾ അത് ഒരാളുടേതാണോ എന്നുള്ള സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഈ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ ഒരു വ്യക്തിയുടേതാണോ എന്നുള്ള സംശയം ജനിക്കുന്നുണ്ട്. കാരണം പല ആളുകളുടേതായുള്ള മൃതദേഹങ്ങൾ കളക്ട് ചെയ്യുകയും ഒരു സാധ്യത, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ആകെ ഇതുവരെ ലഭിച്ചൊരു സാധ്യത ഈ ജൈനമ്മ കൊലക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തില് പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ അസ്ഥി കഷ്ണങ്ങളാണ്. എന്നാൽ ഇത് ആരുടേതാണെന്ന് കണ്ടെത്താൻ ഒരു വ്യക്തത വരുത്താൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. DNA പരിശോധനയ്ക്ക് അയച്ചുവെങ്കിലും ഫലം കിട്ടിയിട്ടില്ലെന്ന് പറയുന്നു. അങ്ങനെ ഈ പ്രധാനമായും ഈ കേസിൽ ക്രൈംബ്രാഞ്ച് സംഘത്തെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളി എന്താണ്? കാരണം ഇയാൾ ശരണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല, ഒരു നിഗൂഢത നിറഞ്ഞ ഒരു വ്യക്തിത്വം, ആകെ അടിമുടി ദുരൂഹത. അതായത് ഈ കേസ് പോലെ, ഈ കൊലപാതക പരമ്പര പോലെ തന്നെ ഈ ഒരു അസാധാരണ സ്വഭാവം പ്രകടിപ്പിക്കുന്ന വ്യക്തി. ഈ ചോദ്യം ചെയ്യലും തെളിവെടുപ്പുമൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്രത്തോളം വെല്ലുവിളിയായിരുന്നു, ദുഷ്കരമായിട്ടുള്ള സാഹചര്യമായിരുന്നു? എന്താണ് ശരണ്യ ഈ അന്വേഷണ സംഘങ്ങളുമായി, അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവരുടെ അനുഭവത്തിൽ നിന്നും ഈ സെബാസ്റ്റ്യനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ വ്യക്തമാക്കിയത്? അതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നമ്മളിപ്പോൾ ഒരു ക്രിമിനലിനെ കുറിച്ച് പറയുമ്പോൾ അയാൾക്ക് മറ്റ് അമാനുഷികതയുണ്ടോ, മറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊരു അതിഭാവുത്വമായി പോകുമെന്നറിയില്ല. പക്ഷേ സെബാസ്റ്റ്യനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ ഈ സ്ത്രീകളെ കൈകാര്യം ചെയ്ത ഒരു രീതിയാണ് എന്നുള്ളതാണ്. അതായത് ഇയാളെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഒക്കെ തന്നെയും ഇപ്പോൾ ഇയാൾ ഏറ്റവും പ്രധാനമായി നാർക്കോ അനാലിസിസിന് വിധേയനാകുന്ന കാര്യം വന്നപ്പോൾ അയാൾ പറഞ്ഞത് അയാൾക്ക് പ്രമേഹ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, ഹൃദ്രോഗ സംബന്ധമായ ഇഷ്യൂസ് ഉണ്ട്, അയാൾ നാർക്കോ അനാലിസിസിന് വില്ലിംഗ് അല്ല എന്നുള്ള രീതിയിലാണ് അയാൾ നിൽക്കുന്നത്. അപ്പം നമ്മളുടെ ഒരു ഭരണഘടന അനുശാസിക്കുന്ന അത്തരം നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെ ആ നാർക്കോ അനാലിസിസ് എന്നുള്ള കാര്യം അയാൾ നടന്നില്ല. പക്ഷേ ഇയാൾ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഈ പ്രമേഹത്തിന്റെ പ്രശ്നം ഒഴിച്ച് ഇയാൾക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. ആരോഗ്യവാനെന്നല്ല, നല്ല ആരോഗ്യവാനായ വ്യക്തി എന്നുള്ളതാണ് സെബാസ്റ്റ്യനെ കുറിച്ച് പറയുന്നത്. മാത്രമല്ല ഇനിയും അയാൾ പുറത്തേക്ക് പോയാൽ വെറും ഒരു അപകടകാരിയല്ല, അത്രമേൽ അപകടകാരിയായ ഒരു ആളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. നമ്മൾ ചോദ്യം ചെയ്യലിന്റെ കാലഘട്ടങ്ങളിലും നമുക്കറിയാം, നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ തേടിപ്പോയതാണ്, പല കാര്യങ്ങളും നമ്മൾ പുറത്തേക്ക്. അപ്പം നമ്മൾക്കൊരു കൗതുകമായിരുന്നു ഈ ഓരോ കേസും നമ്മൾ അന്വേഷിച്ച് തുടങ്ങുമ്പോൾ ഇയാൾ ഇങ്ങനെയൊക്കെ പോയി എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ അത് വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ വളരെ പ്ലാൻഡായാണ് അയാൾ ഓരോരുത്തരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ
ഈ ആളുകളെ വീട്ടിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ സെബാസ്റ്റ്യനുമായി സ്ത്രീകൾക്ക് ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ സ്ത്രീകൾ ഇപ്പോഴും വരുന്നില്ല, അല്ലെങ്കിൽ ഇവർ ഒരുപക്ഷെ ജീവനോടെ ഉണ്ടാവില്ലെന്ന് അറിയാം. പക്ഷെ അത് എങ്ങനെ, എന്ത് ചെയ്തു, എങ്ങനെ ഇത് കൈകാര്യം ചെയ്തു, എപ്പോൾ സംഭവിച്ചു, ഇതൊന്നും ഈ മരണപ്പെട്ട വ്യക്തിക്കും സെബാസ്റ്റ്യനും അല്ലാതെ മറ്റൊരാളിലേക്കും ഇതൊന്നും ചോർന്നു പോകുന്നില്ല. അത് തന്നെയാണ് ഈ 10-9 വർഷത്തോളം മേലെയായി ഈ കേസുകളൊന്നും തന്നെ തെളിയിക്കപ്പെടാതെ സെബാസ്റ്റ്യനിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നത്. അവിടെ നിന്നാണ് ജയനമ്മ കേസിൽ ഒരു പിടി വീണതോടുകൂടി താനിത് ചെയ്യുന്ന ആളാണ് എന്നുള്ള ഒരു കൃത്യമായി നിങ്ങളിത് ചെയ്യും എന്ന ഉറപ്പ് അന്വേഷണ സംഘത്തിന് ഈ സെബാസ്റ്റിലേക്ക് അടിച്ചേൽപ്പിച്ച് കൊണ്ടുവരാൻ പറ്റിയതെന്നുള്ളതാണ്. അതിൽ തന്നെ ചോദ്യം ചെയ്യലിന്റെ ഓരോ ഘട്ടത്തിലും വളരെ വിചിത്രമാണ്. ഇയാൾ കണ്ണ് ചിമ്മാറില്ല എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇയാളെ നമ്മൾക്ക് പല രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴുള്ള അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ഘട്ടത്തിൽ പോലും ഇയാള് ഒരു ഉറക്കം, ഇപ്പോൾ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളുമുണ്ടല്ലോ, അപ്പോൾ ഉറക്കം നിർത്തിയൊക്കെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലൊക്കെ ഇയാൾ ഉറങ്ങാതെ തന്നെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അങ്ങനെ ഉറങ്ങാതെ പിടിച്ചു നിന്ന് അയാൾ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല കൈ ഉയർത്തി പിടിച്ച് പല പ്രാവശ്യം, അത് നമ്മൾ പറയാൻ പാടില്ല എങ്കിൽ പോലും കൈ ഉയർത്തി പിടിച്ചാണ് അയാളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി, മാനസികമായി ഒന്ന് ഇയാളെ തകർത്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ശ്രമിച്ചപ്പോൾ അതിൽ പോലും ഇവർ പാളിപ്പോയി എന്നുള്ളതാണ്. സാധാരണ മനുഷ്യർക്ക് നിൽക്കാവുന്നതിനേക്കാൾ കൂടുതൽ മണിക്കൂറുകളോളം സെബാസ്റ്റ്യൻ വളരെ കൂളായി ഈ ചോദ്യം ചെയ്യലിനെ അതിജീവിച്ചു എന്നുള്ളതാണ്. ഉറക്കം അയാൾക്കൊരു പ്രശ്നമല്ല. ഇത്തരത്തിൽ മാനസികമായി ഇപ്പോൾ കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ കൈ നീട്ടിപ്പിടിച്ച് നിൽക്കുക, ഇതൊന്നും അയാൾക്ക് പ്രശ്നമേ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹിപ്നോട്ടിസ് ചെയ്യാൻ ഏറ്റവും ഒടുവിലായി ഹിപ്നോട്ടിസം ആയിരുന്നു അവരെ പോലീസ് അതിനകത്ത് ഉപയോഗിച്ച ഒരു മാർഗം. അത്തരത്തിൽ ഹിപ്നോട്ടിസ് ചെയ്ത് അയാളിൽ നിന്ന് പലതും എടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു. അവിടെയും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കാരണം അവിടെ പോലീസ് അയാളിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഇയാളുടെ ഹിപ്നോട്ടിസ് ചെയ്യാൻ വേണ്ടി ഇയാളെ ഉറക്കി നിർത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു കാരണവശാലും അയാൾ വില്ലിങ് ആവുന്നില്ല എന്നുള്ളതാണ്. കാരണം കണ്ണടച്ച് ഇരിക്കാൻ പറയുന്ന ഘട്ടത്തിൽ അയാൾ വിരലുകൾ കൊണ്ട് തുടയിൽ അടിച്ചുകൊണ്ടേയിരിക്കും. പതുക്കെ ആരും അറിയാത്ത രീതിയിൽ അയാൾ തട്ടിക്കൊണ്ടേയിരിക്കും. അവസാനം ഹിപ്നോട്ടിസം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെത്തി ഇയാള് ഉപബോധ മനസ്സിനെ ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. യെസ്, അതാണ് ശരണ്യ സൂചിപ്പിച്ചതുപോലെ അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നതനുസരിച്ച് ഒരു അമാനുഷിക സ്വഭാവം പ്രകടിപ്പിക്കുന്ന കൊടും കുറ്റവാളിയായ സെബാസ്റ്റ്യൻ. ശരണ്യ, ഈ ഒരു കേസിൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി കാലാവധി പൂർത്തിയാവുകയാണ്. മറ്റ് കേസുകൾക്ക് വ്യക്തത വന്നിട്ടില്ല. അതോടൊപ്പം ജൈനമ്മ കേസിലും ബിന്ദു പത്മനാഭൻ കേസിലും കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ ചില സൂചനകൾ വന്നതാണ് വേളാങ്കണ്ണി ഉൾപ്പെടെയുള്ള, അതായത് സംസ്ഥാനത്തിന് പുറത്തേക്ക് സെബാസ്റ്റ്യനുമായി പോലീസ് തെളിവെടുപ്പിനായി പോകുമെന്ന്. ഇനി അത്തരമൊരു നീക്കം ഉണ്ടാകുമോ? അതോ നേരത്തെ സെബാസ്റ്റ്യൻ പറഞ്ഞിരുന്നല്ലോ ബിന്ദുവിൻ്റെ ശരീരഭാഗങ്ങൾ കത്തിച്ച് ചാരമാക്കിയെന്ന്. അത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? അതോ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇയാൾ മൃതദേഹം മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? മറ്റ് സ്ഥലങ്ങളിലേക്ക് തെളിവെടുപ്പ് നടത്തേണ്ട ഒരു സാഹചര്യമുണ്ടോ? ശരണ്യ, ഇപ്പോൾ 2 കേസുകളിൽ, ഇപ്പോൾ ബിന്ദു പത്മനാഭൻ ജൈനമ്മ കേസുകളിൽ മാത്രമാണ് ഇയാൾ അന്വേഷണ സംഘത്തിൻ്റെ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ ആയിഷ കേസിൽ ഉടനെ പ്രതി ചേർക്കപ്പെടും എന്നുള്ളതാണ്. അത് ടോം അവിടെ നിന്ന് കിട്ടിയ ഈ ശരീരഭാഗങ്ങളിൽ ഈ കത്താത്ത അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇത് അഹമ്മദാബാദിലെ ഒരു പ്രധാനപ്പെട്ട ലാബിലേക്ക്, അതായത് ഒരു പ്രൈവറ്റ് ലാബിലേക്ക് കൂടി അന്വേഷണ സംഘം അയച്ചിരിക്കുകയാണ്. അത്ര വിദഗ്ധമായി ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് DNA വേർപെടുത്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ, ആരുടേതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതിന് വേണ്ടി നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണത്. ആ ടെസ്റ്റിന് വേണ്ടിയാണ് ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ തന്നെ അങ്ങനെ ഒരു ടെസ്റ്റിന് കൊടുക്കുന്ന ഘട്ടത്തിൽ തന്നെ കേരള പോലീസ്, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആണെങ്കിലും വലിയ വെല്ലുവിളി സാമ്പത്തികമായിട്ടുള്ള, കാരണം ഫണ്ടൊക്കെ സർക്കാർ അനുവദിച്ചു വരേണ്ട നല്ല ചിലവുള്ള ഇതാണ്. അപ്പോൾ അത് തന്നെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ആ പൈസ നൽകുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അത്ര സീരിയസ് ആയിട്ടാണ് അന്വേഷണ സംഘം ഈ കേസിനെ കാണുന്നത്. അവർ ഇപ്പോൾ ഇന്നലെ നമ്മൾ
ഈ കേസ് അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവ് ഓഫീസറായിട്ടുള്ള ഹേമന്ത് കുമാറിനോട് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇവർ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സെബാസ്റ്റ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 6 ദിവസവും അത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഒപ്പം പിന്നെ ഇയാൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബിന്ദു പത്മനാഭനെ വകവരുത്തിയതിനു ശേഷം ജയ എന്ന സ്ത്രീയോട് ഇയാൾ അടുപ്പം സ്ഥാപിച്ചുകൊണ്ട് ജയനെ വെച്ചിട്ടാണ് ഇടപ്പള്ളിയിലെ ഭൂമി ബിന്ദുവിൻ്റെ സാമ്യമുള്ള സ്ത്രീ എന്നുള്ള രീതിയിൽ ജയനെ വെച്ചിട്ടാണ് ഇടപ്പള്ളിയിലെ ഭൂമി ഒപ്പിട്ട് ആ കേസിനകത്ത് ഫോർജറി കേസിനകത്ത് ജയയാണ് പ്രതിസ്ഥാനത്തേക്ക് വന്നത്. സെബാസ്റ്റ്യൻ പ്രതിസ്ഥാനത്തുണ്ടെങ്കിലും ഈ കേസുകളൊക്കെ വരുമ്പോൾ ഈ ആൾമാറാട്ടം നടത്തിയവരുൾപ്പെടെയാണ് ഇതിനകത്ത് പ്രതിക്കൂട്ടിലേക്ക് പോവുകയും അവരാണ് ഇതിനകത്ത് പ്രതിസന്ധി അനുഭവിക്കാൻ പോകുന്നത്. ആ കേസുകളിൽ സെബാസ്റ്റ്യൻ വളരെ സിമ്പിളായി ഊരിപ്പോകുന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ജയയെ കൊണ്ടുപോയി ബിന്ദു എന്നുള്ള രീതിയിൽ ചിത്രമെടുക്കാൻ ശ്രമിച്ച സ്റ്റുഡിയോയിലടക്കം തെളിവെടുപ്പെടുത്തുന്നത്. അങ്ങനെ വളരെ കാര്യക്ഷമമായി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി സെബാസ്റ്റ്യനെ ഇന്ന് ഈ പള്ളിപ്പുറത്തെ കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി സെബാസ്റ്റ്യനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം.